നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 21ാം നൂറ്റാണ്ടിൽ മലയാളിയെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച സംവിധായകൻ, ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമായ ഷാഫി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയവേ ഫേസ്ബുക്കിൽ വൈറലായത് VC അഭിലാഷ് എന്ന സംവിധായകന്റെ ഒരു കുറിപ്പായിരുന്നു. അതിങ്ങനെയായിരുന്നു: തിരിച്ചു വരണമെന്ന് ഇതുപോലെ ആഗ്രഹിക്കുന്ന മറ്റൊരാളില്ല. 21ാം നൂറ്റാണ്ടിൽ മലയാളിയെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് ജഗതിയോ സലീം കുമാറോ സുരാജോ പിഷാരടിയോ ബമ്പർ ചിരിയോ ഒന്നുമല്ല, ഷാഫി എന്ന ചലച്ചിത്ര സംവിധായകനാണ്. സത്യം അതാണ്. 90കളിൽ ഇവിടെ ഉണ്ടായിരുന്ന തമാശകളുടെ തുടർച്ചയായി ഈ നൂറ്റാണ്ടിൽ ചിരി വിപ്ലവം തന്നെ സൃഷ്ടിച്ച പ്രതിഭയാണ് ഇയാൾ. ഈ മനുഷ്യൻ വെട്ടിയൊരുക്കിയ മണ്ണിലാണ് സലീം കുമാറും സുരാജും ടെലിവിഷൻ സ്ക്രിപ്റ്റുകളൊക്കെ പയറ്റിത്തെളിഞ്ഞത്. ഇദ്ദേഹം കൂടി ഇല്ലായിരുന്നെങ്കിൽ സുനാമിയും തീവ്രവാദവും യുദ്ധവും മൂക്കിയും പ്രളയവും കോവിഡും മാത്രം നിറഞ്ഞ ദുരന്ത ശതകമാകുമായിരുന്നു ഈ നൂറ്റാണ്ട്. എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ, തിരിച്ചു വരട്ടെ. പക്ഷേ കാത്തിരിക്കുന്നവരെ എല്ലാം കണ്ണീരിലാഴ്ത്തി വെറും 56ാമത്തെ വയസ്സിൽ ഷാഫി എന്ന സംവിധായക പ്രതിഭ വിടവാങ്ങി. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവെ ഇന്ന് പുലർച്ചെ 12:15 അന്ത്യം. കഴിഞ്ഞ 16-ന് കടുത്ത തലവേദനയെ തുടർന്ന് ചികിത്സ തേടിയ ഷാഫിക്ക് ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയും അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിരുന്നു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്ന ഷാഫി ദിവസങ്ങളോളം കഠിനമായ തലവേദനയും ഉറക്കമില്ലായ്മയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജാനുവരി 16-നാണ് ഷാഫി ചികിത്സ തേടിയത്. വിദഗ്ധ പരിശോധനയിൽ തലച്ചോറിലെ രക്തസ്രാവം കണ്ടെത്തി. ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. 1995-ൽ രാജസേനന്റെ ആദ്യത്തെ കൺമണി എന്ന സിനിമയിൽ സംവിധാനം സഹായിയായിട്ടാണ് തുടക്കം. 2001-ൽ ജയറാം നായകനായ വൺമാൻ ഷോയിലൂടെ സ്വതന്ത്ര സംവിധായകനായി. രണ്ടാമത്തെ ചിത്രമായ കല്യാണരാമൻ വൻ ഹിറ്റായതോടെ ഷാഫി മലയാള സിനിമയിൽ ഇരിപ്പിടമുറപ്പിച്ചു. തുടർന്ന് പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മായാവി, ചോക്ലേറ്റ്, ചട്ടമ്പിനാട്, മേരിക്കുണ്ടൊരു കുഞ്ഞാട് തുടങ്ങിയ സിനിമകളും വലിയ ഹിറ്റുകളായി. 17 സിനിമകൾ സംവിധാനം ചെയ്തു. തൊമ്മനും മക്കളും എന്ന സിനിമയുടെ റീമേക്കായ മജയിലൂടെ തമിഴിലും സാന്നിധ്യം അറിയിച്ചു. 2022-ൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് അവസാന ചിത്രം. നടൻ മമ്മൂട്ടി ഉൾപ്പെടെ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ ആശുപത്രിയിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചിരുന്നു. മമ്മൂട്ടിയുടെ കരിയറിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ നൽകിയ സംവിധായകനാണ് ഷാഫി. ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയും അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയുമായിരുന്നു. അന്നു മുതൽ മലയാള സിനിമാക്കാരും ആസ്വാദകരും ഈ ഹിറ്റ് മേക്കറുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കഥ പറയാനും പ്രേക്ഷക ഇഷ്ടം നേടിയെടുക്കാനും ഷാഫിയുടേതായ ടച്ച് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലുമുണ്ട്. പണത്തിനു വേണ്ടി വാരിക്കോരി സിനിമ ചെയ്യുന്ന പരിപാടി ഈ സൂപ്പർ ഹിറ്റ് ഡയറക്ടർക്ക് ഉണ്ടായിരുന്നില്ല. 24 വർഷം നീണ്ട കരിയറിൽ അദ്ദേഹം ആകെ 18 പടങ്ങളാണ് ചെയ്തത്. 2001-ൽ വൺമാൻ ഷോ എന്ന ജയറാം ചിത്രത്തിലൂടെയാണ് ഷാഫി സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. റാഫി മെക്കാട്ടിൻ ടീമിന്റെ വ്യത്യസ്തമായ തിരക്കഥയുടെ ബലത്തിൽ ചിത്രം സൂപ്പർ ഹിറ്റായി. ലാലിന്റെയും ജയറാമിന്റെയും കോമഡികൾ തിയേറ്റർ നിറച്ചു. ടെലിവിഷനിൽ ഹിറ്റായ കോടീശ്വരൻ പരിപാടിയിലേക്ക് ജയിലിൽ നിന്നൊരു തടവുകാരൻ എത്തി അയാളുടെ അനുഭവം പറയുന്ന വ്യത്യസ്തമായ കഥ മലയാളികൾ ശരിക്കും ആസ്വദിച്ചു. അതും ഒരു ഹിറ്റ് മേക്കറുടെ തുടക്കമായിരുന്നു.